ഞങ്ങൾ മലപ്പുറം ജില്ലക്കാര് എന്തെങ്കിലും ഒരു റീല് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇട്ടാണ്ട് അത് വൈറലായി കഴിഞ്ഞാല് അതിന്റെ കമന്റ് ബോക്സിൽ വന്നാണ്ട് കൊണയടിക്കുന്ന കുറെ കീടങ്ങളുണ്ട്. എന്താ പോലെ കമന്റ് അറിയോ? മലപ്പുറം ജില്ലയിൽ വെറും മുസ്ലിങ്ങളും കുറെ പള്ളികളും മദ്രസും മാത്രമല്ലേ ഉള്ളൂ, അതിന് വേറെ ഒന്നുമില്ലല്ലോ, മലപ്പുറത്ത് എന്തല്ലത് അങ്ങനെ ചോദിച്ചാണ്ട് കുറെ ആൾക്കാര്. അത് പിന്നെ മലപ്പുറത്തിന്റെ ഭാഷനെ പറ്റിയാണ്ട് കളിയാക്കിയാണ്ട് കുറെ കമന്റ് കാണാം. നിങ്ങൾ പറയുന്നത് മലയാളം തന്നെയാണോ, നിങ്ങൾ ഏത് ഭാഷയാണ് പറയുന്നത്, നിങ്ങൾ ആദ്യം മലയാളം പഠിക്കുക എന്നിട്ട് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ കാണാം. സത്യം പറഞ്ഞാല് മലപ്പുറം ജില്ലനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആൾക്കാരാണ് ഈ ഒരു കമന്റും കാര്യങ്ങളൊക്കെ വന്നിടുന്നത്. പിന്നെ മലപ്പുറത്തിന്റെ മതം പറഞ്ഞാണ്ട് കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദം എന്താന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. മലപ്പുറത്ത് ശരിക്കും മതസൗഹാർദ്ദം അല്ല, ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യ സൗഹാർദ്ദമാണ്. അതാണ് ശരിക്കും മലപ്പുറം. ഇപ്പോ അതിന് ഉദാഹരണം കാണിച്ചു തരാൻ, ഇപ്പൊ ശബരിമല സീസൺ ആണോ, ഇപ്പൊ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാല് ഒരു ഹിന്ദു ഒരു മാലട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറയാ? സ്വാമി ശരണം, തിരിച്ച് അയ്യപ്പ ശരണം. അതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ സംഭവമല്ല, നമ്മളൊക്കെ ജനിച്ചു വളർന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു ശൈലി, ഒരു ജീവിത ശൈലിയാണത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇതിൽ ഈ കമന്റ് ബോക്സിൽ കടന്നാണ്ട് തുള്ളണ പുയ്ക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. മലപ്പുറം ജില്ലയിൽ വന്നാണ്ട് താമസിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ ഒരുപാട് ജില്ലക്കാരുണ്ട്. 14 ജില്ല ഉണ്ടല്ലോ കേരളത്തില്. ഞങ്ങൾ ഒരു ജില്ലക്കാരും കുറ്റം പറയല്ല, ഓരോ ജില്ലയിലും കുറെ കീടങ്ങളുണ്ട് ഇതുപോലെ ഒന്നും അറിയാതെ വന്ന് പറയണേ. നമുക്ക് പല ജില്ലകളിൽ നിന്നും മലപ്പുറത്ത് വന്നാണ്ട് വർക്ക് ചെയ്യണ ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഇവർക്ക് കറക്റ്റ് അറിയാം മലപ്പുറം ജില്ല എന്താന്നുള്ളത്. ഓരോ നാട്ടിൽ നിന്ന് വന്നാണ്ട് മലപ്പുറത്ത് വർക്ക് ചെയ്താണ്ട് ഇവിടെ സ്ഥിര താമസാക്കിയ ആൾക്കാരുണ്ട്. ശബരിമലയ്ക്ക് പോവാന് സ്വാമിയായ ഒരാള് ഞങ്ങളെ സുഹൃത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് എന്താ? എന്ന് പോകും, എന്ന് വരും, എന്ന് അരവണം കിട്ടും, അതാണ് ചോദിക്കുക ആദ്യം. അരവണ ഞങ്ങൾക്ക് എന്ന് കിട്ടും. ഇപ്പൊ നമ്മളെ മലപ്പുറത്ത് ഇവിടെ നമ്മളെ തൊട്ടടുത്ത് ഇഷ്ടം പോലെ പള്ളികൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇഷ്ടം പോലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അഖണ്ഡനാമം നടക്കുന്ന സീസണാണ്. ഇപ്പോ ഒരു അഖണ്ഡനാമം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹിന്ദുക്കളില്ല പോലെ മുസ്ലിങ്ങളും ഉണ്ടാവും. അവിടെ എന്തൊക്കെ ഉണ്ടോ, നമ്മൾ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണെങ്കിൽ ഞങ്ങളാണ് അവിടെ ഫുഡും കാര്യങ്ങളും വിളമ്പാനും കഴിക്കാനും ഒക്കെ ഞങ്ങൾ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ? എല്ലാത്തിനും ഉണ്ടാവില്ല. അതേപോലെ വീഡിയോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാത്തിനും നമ്മൾ വിളിക്കല്ല. അത് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാത്തിനും പോകും, ഫോട്ടോ എടുക്കാൻ അങ്ങനത്തെ ഒക്കെ പോകും. എന്നാലും നമ്മളെ മാറ്റി നിർത്തി വെച്ച് നിർത്തി അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. ഇനി ഫുഡ് വിളമ്പുന്ന സെക്ഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇനി പൂക്കോട്ടുംപാട് അഖണ്ഡനാമത്തിന് പോകണമെങ്കിൽ ഏതൊരാൾ രണ്ടിട്ട് പറഞ്ഞാൽ എന്തായാലും വേറെ ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ പറയും. ഞങ്ങളിവിടെ അതേപോലെ നബിദിനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റാലിക്കൊക്കെ എത്രങ്ങാനും ആൾക്കാരാ ഹിന്ദുസ് ഉണ്ടാവുക. ഇതൊന്നും വിളിച്ചിട്ട് വരുന്നതല്ല, ഇതൊക്കെ ഇവിടെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് ജീവിതശൈലിയിൽ ഇൻബിൽറ്റായി വന്ന സംഭവമാണ്. അതായത് ഇവിടെ അങ്ങനെ ഇവിടെ മതം എന്ന് പറയുന്നത് മനുഷ്യനാണ്. എല്ലാവരും മനുഷ്യനാണ്. അതായത് ഓരോ വ്യക്തിക്കും മതങ്ങൾ ഉണ്ടാവും, വിശ്വാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൽ വേർതിരിവ് കാണിച്ചാണ്ട് ഒരാളോട് പെരുമാറാനോ ഒന്നിനും നമ്മളെ മലപ്പുറം ജില്ലക്കാർ നിൽക്കാറില്ല. അത് പുറത്തുനിന്ന് വന്നാണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ പറയാ എന്താ, മലപ്പുറത്ത് പോയിട്ട് നമ്മൾ കമന്റ് തന്നെ കാണാം. പ്ലസ് പോയിന്റ് ആയിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ട ആൾക്കാർക്ക് തന്നെ അതിൽ തന്നെ റീപ്ലൈ പോകുന്നത് നമുക്ക് കാണാം. മലപ്പുറത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഈ മലപ്പുറത്ത് വന്നിട്ടില്ല, ഒറിജിനൽ മലപ്പുറത്തല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് കമന്റുകൾ അതിൽ തന്നെ ഉണ്ടാവലുണ്ട്. അതിൽ തന്നെ ഒരു ഫൈറ്റ് നടക്കലാണ് മെയിൻ ആയിട്ട്. പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഭാഷനെ കുറിച്ച് കളിയാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മലയാള ഭാഷന്റെ പിതാവ് എന്ന് പറയുന്ന ആള്. പിന്നെ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ഭാഷനെ കുറിച്ച് കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ പറയുന്നത് മലയാളം തന്നെയാണോ, ഏത് ഭാഷയാണ്? ഈ ഭാഷ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ ആദ്യം വേറെ കാര്യം പറഞ്ഞുതരാം. ഈ മലയാള ഭാഷ പിതാവ് ആരാറിയെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ. ആള് മലപ്പുറംകാരനാണേ, എന്നിട്ടാണ് ഞങ്ങളെ കളിയാക്കുന്നത്. തിരൂർക്കാരൻ. ഞാൻ ബഹുമാനക്കുറവ് ഉണ്ടായിട്ടല്ല, ഈ തിരൂർക്കാരൻ എന്ന് പറയുന്നത് ആള് മലപ്പുറം ജില്ലക്കാരനാണ്, എന്നിട്ടാണ് ഞങ്ങളെ കളിയാക്കുന്നത്. ഈ ഭാഷ എന്ന് പറയുന്ന സംഭവം എന്തിനാ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാഷ എന്ന് പറയുന്നത് പറയുന്ന വ്യക്തിക്കും മനസ്സിലായോ, ഞാൻ പറയുന്ന കാര്യം അനക്ക് മനസ്സിലാവും, അതിന് വേണ്ടിയിട്ടാണ് ഭാഷ എന്ന് പറഞ്ഞത്. അല്ലാതെ ഭാഷ നമുക്ക് വേറെ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഉപകാരമൊന്നുമില്ലല്ലോ. ആശയവിനിമയം നടത്താനൊരു സംഭവമാണ് ഭാഷ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരാൾക്ക് മനസ്സിലായിട്ടാണല്ലോ അതിന്റെ താഴത്ത് വന്നിട്ട് പറയുന്നത്. മനസ്സിലാവില്ലെങ്കിൽ നമ്മള് തെലുങ്ക് കന്നഡയൊക്കെ കേൾക്കുന്ന പോലെ നമ്മളിങ്ങനെ ആക്ഷൻ നോക്കി നിൽക്കുക എന്താണെന്നുള്ളത്. ഇത് പറയുന്ന ഒക്കെ മനസ്സിലാവുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. പക്ഷെ എന്നാലും എന്താ, വെറുതെ അതിന്റെ അടിയിൽ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ആൾക്കാരായിട്ട് പറയും, ഇപ്പൊ മുണ്ടാൻ വയ്ക്കാത്ത ആൾക്കാർ സംസാരിക്കണില്ല, എങ്ങനെ ആംഗ്യ ഭാഷകൾ കൊണ്ട്
അപ്പൊ അതാണ് നമുക്ക് മനസ്സിലായാൽ മതി. പിന്നെ അതിന്റെ അടിയിൽ ഉരുവിട്ടിട്ടൊന്നും കാര്യമില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ എങ്ങനെ പോകണ കാര്യങ്ങള് സംഗതി ശരിയാണ്. മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ. ഇപ്പോ ഒരു ഓണം വരിക അല്ലെങ്കിൽ ഒരു വിഷു വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്സവം വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ അതിന്റെ മുന്നിൽ ആഘോഷിക്കാൻ ഞങ്ങൾ മുസ്ലിങ്ങളേക്കാരുണ്ടാവുക. ഒരു പെരുന്നാൾ വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ ഹിന്ദുസും ക്രിസ്ത്യൻസും ഉണ്ടാവുക. മലപ്പുറം ജില്ലയിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ട്. എല്ലാവരുടെ ഉത്സവങ്ങളിലും എല്ലാവരും ആഘോഷിക്കലുണ്ട്. അത് വെറുതെ ആഘോഷമല്ല, ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് അതിനെ ഒരുങ്ങി മാറ്റി ഫുൾ പ്ലാനേക്കാരം. ഡ്രസ് കോഡാണെങ്കിൽ ഡ്രസ് കോഡില് ഇനി നമ്മൾ ഈ നബിദിന പരിപാടിക്കുള്ള കുട്ടികൾക്കുള്ള ചിരണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്ലാന് ഫുൾ പ്ലാനിങ് ആക്കാരം. നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന പായസം കൊടുക്കണം, നമുക്ക് ഇന്ന സ്ഥലത്ത് മിഠായി കൊടുക്കണം. നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് വീഡിയോകളിൽ തൊപ്പി വെച്ചിട്ടും ഓരോ ആലിംഗനങ്ങൾ ചെയ്തിട്ടും ഓരോ കുട്ടികൾ എത്രത്തോളം സ്നേഹത്തിൽ. ഇപ്പൊ ഈ കഴിഞ്ഞ ഓണത്തിന് നമുക്കറിയാം മാവേലിയേനു എല്ലാത്തിനും നബിദിന പരിപാടി റാലിയിൽ മാവേലി ഉണ്ടായിരുന്നു. അവര് കാണുന്നു പങ്കെടുക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമല്ലടാ, നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ പ്രശ്നം തോന്നുന്നു. അത് ഇവിടെ നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. മലപ്പുറം ജില്ലയിലാണ് ശരിക്കും കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ ഞങ്ങളെ ജില്ലയിലാണല്ലോ, അപ്പൊ ഞങ്ങള് പറയണല്ലോ മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കിടക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെ എണ്ണിയാൽ കൊടുക്കാത്ത ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർക്ക് സ്വന്തമാണ്. പിന്നെ ഇതൊന്നും ഞങ്ങൾക്ക് അഹങ്കാരം ഇല്ലാത്തതുകൊണ്ട് എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. അഹങ്കാരമില്ലാത്തതുകൊണ്ട് നമ്മൾ ആരൊക്കെ മേലെ വെച്ചു കൊടുക്കുകയാണ്. ഇനി കാലിക്കറ്റ് പറഞ്ഞാണ്ട് ഇനി ഓർക്ക് കൊടുത്തേക്കാണ്. എന്തിനാ നമുക്ക് അതിലൊന്നും നമ്മൾ ആരോടും വാശിക്കും വൈരാഗ്യത്തിനൊന്നും ഇല്ല. നമ്മളിങ്ങനെ നിസാരായിട്ട് സിമ്പിളായിട്ട് ചിരിച്ച് തള്ളിയോണ്ട് ഇങ്ങനെ പോകും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബാഡ് കമന്റുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് അതില് സത്യം പറഞ്ഞാൽ ഈ മലപ്പുറത്തിന്റെ എതിരെ എന്തിട്ട് കഴിഞ്ഞാലും ആ വീഡിയോ വൈറലാവാനുള്ള കാരണം വരെ അതാണ്. ഞങ്ങൾ മൊത്തത്തിൽ ഒന്നിച്ച് അതിനെ എതിർക്കും. കാരണം ഞങ്ങളിവിടെ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇത് ആരുടെയൊക്കെയോ ഗൂഢാലോചനയും പരിപാടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. കുറച്ച് ആൾക്കാരുണ്ട് അതിന്, കുറച്ച് മതത്തിനെ മാത്രം സെപ്പറേറ്റ് ചെയ്താണ്ട് പിന്നെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടില്ല കുറച്ച് വിഭാഗക്കാരൊക്കെ ഉണ്ട്. അവരിതിനായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങൾ. അപ്പൊ അതിലൊന്നും ആരും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് താമസിച്ചിട്ട് മനസ്സിലാക്കണം.